നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ മസ്തിഷ്കം പൂർണ്ണശേഷിയിൽ ഉണരുമ്പോൾ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിലും നമുക്കായുള്ള വിജയത്തിന്റെ വഴികൾ മുൻകൂട്ടി തെളിഞ്ഞു കാണുന്നതുപോലെ തോന്നും. ആ നിമിഷം ഒട്ടും മടിക്കാതെ യാതൊരു ഭയവുമില്ലാതെ നാം ലക്ഷ്യത്തിലേക്ക് കുതിക്കും. ഒന്ന് സങ്കൽപ്പിക്കുക, നിങ്ങളുടെ ചിന്തകൾ മിന്നൽ വേഗമുള്ളതാണെങ്കിൽ, ഓർമ്മശക്തി അത്രയേറെ അതിശക്തമാണെങ്കിൽ, ഒരൊറ്റ പ്രധാന കാര്യവും മനസ്സിൽ നിന്ന് നഷ്ടമാകുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ അചഞ്ചലമായി ഉറച്ചുനിന്നാൽ, പിന്നെ എത്ര വലിയ പ്രതിബന്ധമായാലും അത് നിങ്ങളുടെ മുന്നിൽ പതറിപ്പോകും. തീർച്ച. നമ്മൾ പൂർണ്ണ ശക്തിയോടെ ചിന്തിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോഴും യാഥാർത്ഥ്യത്തിൽ നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ പകുതിയോ അതിലും കുറഞ്ഞ ശേഷിയോ മാത്രമേ പലപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ. ക്ഷീണം, നെഗറ്റീവ് ചിന്താഗതി, തീവ്രമായ സമ്മർദ്ദം, ഒളിപ്പിച്ച ഭയങ്ങൾ, അനാവശ്യ ചിന്താക്കുഴപ്പങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ ചിന്തയുടെ തീവ്രത കുറയ്ക്കുന്നത്. നമ്മുടെ മസ്തിഷ്കം അതിന്റെ യഥാർത്ഥ ശേഷിയിൽ പ്രവർത്തിക്കാത്തപ്പോഴാണ് പിന്നീട് വർഷങ്ങളോളം നമ്മൾ ദുഃഖിക്കേണ്ടിവരുന്ന നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത്. തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെടുന്നതും അപകടകരമായ ഇടങ്ങളിൽ പണം നിക്ഷേപിക്കുന്നതും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നതുമെല്ലാം തലച്ചോറ് പൂർണ്ണമായ കഴിവോടെ പ്രവർത്തിക്കാത്തതിന്റെ ഫലമാണ്. നമ്മുടെ മസ്തിഷ്കത്തിന് ശരിയായ ദിശയും ആവശ്യമായ ഊർജ്ജവും നൽകാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ പരിവർത്തനം സംഭവിക്കുന്നത്. കാരണം തലച്ചോറിനെ നമുക്ക് വേണ്ട രീതിയിൽ വാർത്തെടുക്കാൻ കഴിയും. അത് ഒരിക്കൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഒരു ശിലാവിഗ്രഹമല്ല, മറിച്ച് ഇത് സജീവമായതും നിരന്തരമായ മാറ്റങ്ങൾക്കും പഠനത്തിനും വിധേയമാകുന്ന ഒരു അവയവമാണ്. നമ്മളിതിനെ കൃത്യമായ രീതിയിൽ പരിശീലിപ്പിച്ചാൽ അത് നമുക്ക് അഗാധമായ ശ്രദ്ധ, വേഗത്തിലും കൃത്യതയിലുമുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി, ഒപ്പം അചഞ്ചലമായ ആത്മവിശ്വാസം എന്നിവ സമ്മാനിക്കും. തലച്ചോറിന് പരിശീലനം നൽകുന്നത് ഒരു പേശിയെ ബലപ്പെടുത്തുന്നതിന് തുല്യമാണ്. നിങ്ങൾ മുടങ്ങാതെ പരിശീലനം തുടർന്നാൽ പേശികൾ ബലപ്പെടും. നിങ്ങൾ അലസനായാൽ അതേ പേശികൾ ദുർബലമാകും. തലച്ചോറിന്റെ കാര്യത്തിലും ഈ നിയമം തന്നെയാണ് ബാധകം. ഈ തത്വം തന്നെയാണ് മസ്തിഷ്കത്തിന്റെ കാര്യത്തിലും ബാധകമാകുന്നത്. നമ്മൾ അതിന് ദിവസവും ശരിയായ പോഷണം നൽകിയാൽ, അതായത് പോസിറ്റീവായ ചിന്തകൾ, അർത്ഥവത്തായ വിവരങ്ങൾ, ഉചിതമായ വെല്ലുവിളികൾ, എങ്കിൽ അത് വികസിക്കുന്നു. എന്നാൽ അനാവശ്യമായ കാര്യങ്ങളിൽ കുടുങ്ങിയാൽ അതിന്റെ ശേഷി കുറഞ്ഞുവരുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വെറും വിവരങ്ങൾ ശേഖരിക്കുന്നത് മാത്രം പോരാ. ആ വിവരങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അതിനെ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുകയും സമയാസമയങ്ങളിൽ നമ്മുടെ ചിന്തകളെ പരിശോധിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പരിശീലനം. എന്നാൽ ഒരു കർഷകൻ വിത്തിനെ ശരിയായ സമയത്ത് വിതയ്ക്കുകയും വെള്ളം നൽകുകയും പരിപാലിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ വിളവ് ഒരിക്കലും സമൃദ്ധമാകില്ല. അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായ ചിന്തകൾ വിതയ്ക്കുന്നതിനോടൊപ്പം അവയെ അഭ്യാസം, അച്ചടക്കം, അനുഭവം എന്നിവയാൽ പോഷിപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ മസ്തിഷ്കം മുൻപെങ്ങുമില്ലാത്ത വിധം വെല്ലുവിളികൾ നേരിടുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള മൊബൈൽ സ്ക്രീൻ, സോഷ്യൽ മീഡിയയുടെ പ്രളയം, വാർത്തകളിലെ നെഗറ്റിവിറ്റി, ഓഫീസ് മെയിലുകൾ, ആളുകളുടെ പ്രതീക്ഷകൾ ഇതെല്ലാം ചേർന്ന് നമ്മുടെ മാനസിക ഊർജ്ജത്തെ ചിതറിക്കുന്നു. നമ്മൾ മൾട്ടിടാസ്കിംഗ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ സത്യത്തിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധയെ കഷണങ്ങളായി മുറിച്ചു മാറ്റുകയാണ്. മുറിഞ്ഞ ശ്രദ്ധ ഒരിക്കലും വലിയ വിജയത്തിലേക്ക് നയിക്കില്ല. ഓർക്കുക, മനസ്സലയുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ ശ്രദ്ധ നൽകാൻ കഴിയില്ല. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയില്ല. എന്നാൽ മസ്തിഷ്കം ഏകാഗ്രമാകുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സർഗാത്മകത എന്നിവയെല്ലാം ഒരേ ദിശയിൽ ഒഴുകുന്നു. ഇതാണ് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. മസ്തിഷ്കത്തെ പരിശീലനം നൽകുന്നതിലെ ആദ്യപടി അതിനെ വൃത്തിയാക്കുക എന്നതാണ്. ഒരു മുറിയിൽ പുതിയ ഫർണിച്ചർ വയ്ക്കുന്നതിനു മുമ്പ് പഴയതും അനാവശ്യമായതുമായ സാധനങ്ങൾ പുറത്താക്കുന്നതുപോലെ മനസ്സിൽ നിന്ന് മോശം ചിന്തകളെയും ഭയങ്ങളെയും പുറത്താക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഭയങ്ങളും നിഷേധാത്മക ചിന്തകളും പലപ്പോഴും നമ്മുടെ പഴയകാല അനുഭവങ്ങളിൽ നിന്ന് ഉടലെടുത്തവയാണ്. ബാല്യകാലത്ത് കേട്ട വാക്കുകൾ, പഴയ പരാജയങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നുന്നു. നമ്മളിവയെ തിരിച്ചറിഞ്ഞ് പുറത്താക്കാത്ത കാലത്തോളം ശക്തമായ പുതിയ ചിന്തകൾക്ക് അവിടെ ഇടം ലഭിക്കില്ല. രണ്ടാമത്തെ ഘട്ടം മസ്തിഷ്കത്തെ വെല്ലുവിളിക്കുക എന്നതാണ്. എളുപ്പമുള്ള വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാനസിക ശക്തി വർദ്ധിക്കില്ല. നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവിനെ വികസിപ്പിക്കുന്ന കാര്യങ്ങളിൽ സ്വയം മുഴുകുക. പുതിയ ഭാഷ പഠിക്കുക, പുതിയ കലയിൽ വൈദഗ്ധ്യം നേടുക, പ്രയാസമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കുക. ഇതെല്ലാം നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ പരിധിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഘട്ടം മസ്തിഷ്കത്തിന് വിശ്രമം നൽകുക എന്നതാണ്. കേൾക്കാൻ ഇത് വിപരീതമായി തോന്നാമെങ്കിലും ശരിയായ സമയത്ത് വിശ്രമം നൽകുമ്പോൾ മസ്തിഷ്കം കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. തുടർച്ചയായ സമ്മർദ്ദം, ജോലി, ഭാരം എന്നിവ മസ്തിഷ്കത്തെ ക്ഷീണിപ്പിക്കുന്നു. ക്ഷീണിച്ച മനസ്സ് തെറ്റായ തീരുമാനങ്ങളെടുക്കുന്നു. സുഖകരമായ ഉറക്കം, ധ്യാനം, പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് ഇത് മാനസിക ഊർജ്ജത്തിന് ദാഹിച്ച ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നതുപോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തെ ഈ രീതിയിൽ പരിശീലിപ്പിക്കുമ്പോൾ സാവധാനം നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കൂർത്തതാകും. ചെറിയ കാര്യങ്ങളിൽ ദേഷ്യം വരുന്നത് അവസാനിക്കുന്നു. പരാജയഭീതി കുറയാൻ തുടങ്ങുന്നു.
ഏറ്റവും പ്രധാനമായി നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഈ ആത്മവിശ്വാസം നിങ്ങൾ മുൻപ് വെറും സ്വപ്നം മാത്രം കണ്ടിരുന്ന ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു. പലരും വിശ്വസിക്കുന്നത് അവരുടെ ചിന്തിക്കാനുള്ള ശേഷി ഇപ്പോൾ ഉപയോഗിക്കുന്ന അത്രമാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ശാസ്ത്രം ആവർത്തിച്ച് തെളിയിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്: പ്രായഭേദമില്ലാതെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ചിന്താരീതികൾ മാറ്റിയെടുക്കാനും സ്വയം ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് തളർച്ച തോന്നുകയാണെങ്കിൽ, പുതിയതൊന്നും സാധ്യമല്ലെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് ശക്തിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ, ദയവായി ഓർക്കുക, ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ യഥാർത്ഥ പരിമിതിയല്ല, മറിച്ച് നിങ്ങൾ സ്വയം നിർമ്മിച്ച ഒരു മതിൽ മാത്രമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മതിൽ തകർത്ത് നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെയും ഒരു പുതിയ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നുമുതൽ നിങ്ങളുടെ മനസ്സിനെ ഒരു അമൂല്യമായ നിധി പോലെ സൂക്ഷിക്കാൻ തുടങ്ങുക. ഇതിനെ അനാവശ്യമായ കാര്യങ്ങളിൽ കൊടുക്കാതിരിക്കുക. ഇതിന് ശരിയായ ദിശയും ഊർജ്ജവും നൽകുക. എല്ലാ ദിവസവും അല്പാൽപ്പം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളോടൊപ്പം ചേർന്ന് പൂർണ്ണശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരൊറ്റ ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. പരാജയത്തിനോ ഭയത്തിനോ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾക്കോ കഴിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, യഥാർത്ഥ ശക്തി, യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ വിജയം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയായിരുന്നു എന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ മാനസിക ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് വെറുമൊരു സ്വഭാവമാണ് എന്ന് പലപ്പോഴും നമ്മളങ്ങ് വിശ്വസിക്കും. ചിലരിൽ അതുണ്ടാകും, ചിലരിൽ അതുണ്ടാകില്ല. എന്നാൽ നമ്മൾ ചരിത്രവും ആത്മീയ പാരമ്പര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാനസിക ശക്തി എന്നത് പരിശീലിക്കാൻ കഴിയുന്ന ഒരു കഴിവാണ് എന്ന് മനസ്സിലാക്കാം. ഒരു വാദ്യോപകരണം വായിക്കാൻ പഠിക്കുന്നതുപോലെ. ഈ കാര്യം ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കി തന്നത് ഗൗതമ ബുദ്ധനാണ്. ബുദ്ധൻ തന്റെ ജീവിതത്തിൽ കണ്ടത്ര കഷ്ടപ്പാടുകളും ഉയർച്ചതാഴ്ചകളും ഒരു സാധാരണ വ്യക്തി കണ്ടാൽ തകർന്നുപോകും. ഒരു രാജകുമാരനിൽ നിന്ന് ഭിക്ഷുവിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര വെറും പുറമേയുള്ള സാഹചര്യങ്ങൾ ഉപേക്ഷിക്കലായിരുന്നില്ല, മറിച്ച് അത് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള യാത്രയായിരുന്നു. കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും, എല്ലാ വിശ്രമവും, എല്ലാ സംരക്ഷണവും ലഭിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലെ ദുഃഖം, രോഗം, മരണം എന്നിവ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക ലോകം കുലുങ്ങി. ഇവിടെ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്: മനസ്സ് അസ്ഥിരമാണെങ്കിൽ പുറമേയുള്ള സാഹചര്യങ്ങൾ എത്ര ആശ്വാസകരമായാലും ദുഃഖം നിലനിൽക്കും. മനഃശാസ്ത്രവും ഇതാണ് പറയുന്നത്. നമ്മുടെ അനുഭവം ലോകത്തെക്കുറിച്ചുള്ളതല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെക്കുറിച്ചാണ്. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ, സംജ്ഞാത്മക മനഃശാസ്ത്രം, ഇതിനെ പെർസെപ്ഷൻ ഈസ് റിയാലിറ്റി എന്ന് പറയുന്നു. അതായത്, നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. നമ്മൾ ഭയം, ഉത്കണ്ഠ, നിരാശ എന്നിവയാൽ നിറഞ്ഞവരാണെങ്കിൽ പുറം ലോകത്ത് എത്ര നല്ല കാര്യങ്ങളുണ്ടായാലും നമുക്ക് കുറവുകളും അപകടങ്ങളും മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ നമ്മുടെ മനസ്സ് സന്തുലിതമാണെങ്കിൽ കഠിനമായ സാഹചര്യങ്ങളിൽ പോലും നമുക്ക് ശാന്തിയും വ്യക്തതയും നിലനിർത്താൻ കഴിയും. മാനസിക ശക്തിക്ക് ഏറ്റവും വലിയ ഉപായമായി ബുദ്ധൻ പറഞ്ഞത് ധ്യാനമാണ്. ധ്യാനമെന്നത് വെറും മിണ്ടാതിരിക്കുന്നത് മാത്രമല്ല, ഇത് മസ്തിഷ്കത്തിന് അതിന്റെ സ്വന്തം ചിന്തകളെ കാണാനും അവയെ മനസ്സിലാക്കാനും ആവശ്യമെങ്കിൽ അവയെ മാറ്റാനുമുള്ള ഒരു അഭ്യാസവുമാണ്. ആധുനിക ന്യൂറോ സയൻസിൽ ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുമായാണ് ബന്ധിപ്പിക്കുന്നത്. അതായത്, നമ്മുടെ മസ്തിഷ്കത്തിന് സമയത്തിനനുസരിച്ച് അതിന്റെ ശൃംഖലയെ മാറ്റാൻ കഴിയും, പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാനും കഴിയും. ഇതാണ് ഉത്കണ്ഠയുള്ള, അസ്വസ്ഥനായ, കോപിഷ്ഠനായ ഒരു വ്യക്തിക്ക് പോലും സമയത്തിനനുസരിച്ച് ശാന്തനും സംയമനമുള്ളവനും പോസിറ്റീവായവനുമാകാൻ കഴിയുന്നതിന്റെ കാരണം. യുക്തിശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ മാനസിക ശക്തിയെന്നാൽ വികാരങ്ങളെ വെറുതെ അടിച്ചമർത്തുക എന്നല്ല, മറിച്ച് ശരിയേത്, തെറ്റ് ഏത് എന്ന് കൃത്യമായി വേർതിരിച്ചറിയാനുള്ള കഴിവ് വളർത്തുക എന്നതാണ്. വികാരപരമായി വളരെ ശക്തനായ ഒരാൾക്ക് പോലും വസ്തുതകളെയും യുക്തിയെയും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് വിനാശകരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. ബുദ്ധന്റെ ഉപദേശങ്ങളിൽ ഈ സന്തുലിതാവസ്ഥ നമുക്ക് വ്യക്തമായി കാണാം. ദയയും സ്നേഹവും അനിവാര്യമാണ്, എന്നാൽ അവയെ വിവേകത്തോടും ശരിയായ തിരിച്ചറിവോടും കൂടി സംയോജിപ്പിക്കുന്നതാണ് മോക്ഷത്തിലേക്കുള്ള യഥാർത്ഥ വഴിയെന്ന് അദ്ദേഹം പറയുന്നു. മഹാരഥന്മാർ, അവർ നേതാവാകട്ടെ, ശാസ്ത്രജ്ഞനാകട്ടെ, ആത്മീയ ഗുരുവായിക്കോട്ടെ, എല്ലാവരും മാനസിക ദൃഢതയെ തങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനശിലയായി കണക്കാക്കുന്നു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലമായ ആഭ്യന്തര യുദ്ധസമയത്തും എബ്രഹാം ലിങ്കൺ തന്റെ തീരുമാനങ്ങൾ ശാന്തമായ മനസ്സോടെയാണ് എടുത്തത്. എന്നാൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ വികാരങ്ങൾക്കടിമപ്പെട്ട് തെറ്റായ നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങിയിരുന്നു. മഹാത്മാഗാന്ധി അക്രമത്തിനും അനീതിക്കും മുന്നിൽ അഹിംസയുടെ മാർഗം തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ മനസ്സ് ദൃഢമായിരുന്നതുകൊണ്ടാണ്. അദ്ദേഹം കോപത്താലോ ഭയത്താലോ നിയന്ത്രിക്കപ്പെട്ടിരുന്നില്ല. നമ്മൾ മാനസിക ശക്തിയുടെ ഘടന മനസ്സിലാക്കിയാൽ ഇതിൽ 3 പ്രധാന പാളികളുണ്ട്. ഒന്നാമതായി, വൈകാരിക സ്ഥിരത, അതായത് ഏതു സാഹചര്യത്തിലും തന്റെ ഉള്ളിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുക. രണ്ടാമതായി, ബൗദ്ധിക വ്യക്തത, അതായത് വസ്തുതകൾ മനസ്സിലാക്കുക, ശരിയും തെറ്റും വിശകലനം ചെയ്യുക.
മൂന്നാമതായി ഇച്ഛാശക്തി, അതായത് ശരിയായ കാര്യത്തിൽ ഉറച്ചുനിൽക്കുക, വഴി കഠിനമാണെങ്കിൽ പോലും. ബുദ്ധന്റെ ഉപദേശങ്ങൾ, ആധുനിക മനഃശാസ്ത്രം, യുക്തിശാസ്ത്രം എന്നിവയെല്ലാം ചേർന്ന് ഈ 3 പാളികളെയും ബലപ്പെടുത്തുന്നു. ധ്യാനം ഈ പ്രക്രിയയിൽ ആരംഭ ഇന്ധനമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സ് എത്രമാത്രം ചിതറിക്കിടക്കുന്നു എന്ന് മാത്രമേ കാണാൻ കഴിയൂ. ചിലപ്പോൾ അതീതകാലത്തെ ഓർമ്മകളിൽ, ചിലപ്പോൾ ഭാവിയിലെ ആശങ്കകളിൽ, ചിലപ്പോൾ മറ്റൊരാൾ പറഞ്ഞ കാര്യങ്ങളിൽ. എന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പഠിക്കുന്നു, ഒരു കുതിരയുടെ കടിഞ്ഞാൺ പിടിക്കുന്നതുപോലെ. നമ്മൾ വികാരങ്ങളുടെ ശക്തിയെ യുക്തിയുടെ വ്യക്തതയുമായി സംയോജിപ്പിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളെടുക്കൽ ഏതാണ്ട് അഭേദ്യമായി മാറുന്നു. ഗൗതമബുദ്ധന്റെ ജീവിതം, മനഃശാസ്ത്രത്തിന്റെ തത്വങ്ങൾ, യുക്തിശാസ്ത്രത്തിന്റെ വിജ്ഞാനം, ഈ 3ഉം ചേർന്ന് നമുക്ക് ഒരേ പാഠം നൽകുന്നു. മാനസിക ശക്തി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു രഹസ്യമല്ല, മറിച്ച് ഒരു അഭ്യാസമാണ്. ദിവസവും അല്പാൽപം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, ശ്രദ്ധയോടെ നമ്മുടെ ചിന്തകളെ നോക്കുക, എന്നിട്ട് യുക്തിയുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ വഴി തിരഞ്ഞെടുക്കുക. ഇതാണ് നമ്മെ ഉള്ളിൽ നിന്ന് അചഞ്ചലരാക്കി മാറ്റുന്ന പ്രക്രിയ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സ് ഈ തലത്തിലെത്തുമ്പോൾ നിങ്ങൾ ഏതു സാഹചര്യത്തിലും നിങ്ങളെത്തന്നെ നഷ്ടപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ എത്ര വിഭ്രാന്തരാകുകയോ ദേഷ്യപ്പെടുകയോ ധൈര്യം നഷ്ടപ്പെടുത്തുകയോ ചെയ്താലും നിങ്ങൾ ശാന്തമായി നിലകൊള്ളുന്നു, വ്യക്തമായി ചിന്തിക്കുന്നു, ശരിയായ സമയത്ത് ശരിയായ നടപടിയെടുക്കുന്നു. ഇതാണ് മാനസിക ശക്തിയുടെ യഥാർത്ഥ രൂപം. ഇതാണ് എല്ലാ വലിയ മനുഷ്യരുടെയും അടയാളം. സുഹൃത്തുക്കളെ, നിങ്ങളൊരു ഉയർന്ന പർവ്വതത്തിന്റെ താഴെ നിൽക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. മുകളിലെ ശിഖരത്തിൽ സൂര്യരശ്മി വ്യക്തമായി പതിക്കുന്നു. വായു ശുദ്ധമാണ്, അവിടെ നിന്ന് മുഴുവൻ ലോകവും വ്യക്തമായി കാണാം. എന്നാൽ നിങ്ങൾ നിൽക്കുന്ന താഴ്ന്ന പ്രദേശത്ത് മൂടൽമഞ്ഞ് നിറഞ്ഞിരിക്കുന്നു, വഴി ദുർഘടമാണ്. ഭൂരിഭാഗം ആളുകളും ഈ മൂടൽമഞ്ഞിൽ തന്നെയാണ് ജീവിതം കഴിച്ചുകൂട്ടുന്നത്. അവർ വിചാരിക്കുന്നത് ഇതാണ് യഥാർത്ഥ ലോകമെന്നും ഇതാണ് അവരുടെ സത്യമെന്നുമാണ്. എന്നാൽ ആൾക്കൂട്ടത്തിൽ ചിലർ, എണ്ണത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഒരു നിർണായകമായ ചുവട് മുന്നോട്ട് വയ്ക്കുന്നു. അവർ കയറ്റം ആരംഭിക്കുന്നു. ഈ കയറ്റം ഒരിക്കലും എളുപ്പമല്ല. തുടക്കത്തിൽ ശരീരം വിയർത്തൊലിക്കും, ശ്വാസം കിട്ടാതെ വരും, ചിലപ്പോൾ കാൽ വഴുതി വീഴും, ഭീമാകാരമായ പാറകൾ വഴിതടയും. ചില ഘട്ടങ്ങളിൽ തോന്നിപ്പോകും, ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം, അതാണെളുപ്പം. പക്ഷേ അപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ശക്തമായി മുഴങ്ങും, നീ ഇത്രയും ദൂരം താണ്ടിയില്ലേ, ഇനി പിന്തിരിയരുത്. ഇതാണ് നിങ്ങളുടെ മാനസിക ശക്തിയുടെ ശബ്ദം. ഇതാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ശക്തി. ഇതാണ് ഗൗതമബുദ്ധനെ അദ്ദേഹത്തിന്റെ മാർഗ്ഗത്തിലും ഗാന്ധിയെ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹത്തിലും ലോകത്തെ മാറ്റിമറിച്ച എല്ലാ വ്യക്തികളെയും അവരുടെ ലക്ഷ്യത്തിലും ഉറപ്പിച്ചു നിർത്തിയത്. നിങ്ങൾ കയറ്റം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ നിമിഷം വരും, നിങ്ങൾ ശിഖരത്തിലെത്തിച്ചേരും. അവിടെ വായു നേർത്തതാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ശാന്തവും ഭാരം കുറഞ്ഞതുമായി മാറും. താഴെ നിങ്ങളെ മറച്ചിരുന്ന മൂടൽമഞ്ഞ് പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികളും ലക്ഷ്യങ്ങളും ഇപ്പോൾ വ്യക്തമായി കാണാം. ഏറ്റവും പ്രധാനം, നിങ്ങൾക്ക് സ്വയം വലിയ ആത്മവിശ്വാസം തോന്നും. ഈ കഠിനമായ യാത്ര നിങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ ഇനി എന്തും നിങ്ങൾക്ക് നേടാൻ കഴിയും. ഓർക്കുക, ഈ ജീവിതത്തിലെ പർവ്വതങ്ങൾ പല രീതിയിൽ വരാം. ചിലപ്പോൾ അത് നിങ്ങളുടെ ജോലിയുടെ രൂപത്തിലാകാം, ചിലപ്പോൾ ബന്ധങ്ങളുടെ രൂപത്തിലാകാം, ചിലപ്പോൾ ആത്മവിശ്വാസത്തിന്റെ കുറവാകാം. പക്ഷേ മുകളിലേക്ക് കയറാനുള്ള നിയമം ഒന്നുമാത്രം. നിങ്ങളെ മുകളിലേക്ക് വലിച്ചുയർത്തുന്ന കയറും കൊളുത്തും ധൈര്യവും എല്ലാം മാനസിക ശക്തിയാണ്. ഈ ശക്തി ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നല്ല. ദിവസവും എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിലൂടെയും കഠിനമായ വഴികൾ തിരഞ്ഞെടുക്കുന്നതിലൂടെയും തോൽക്കാൻ മനസ്സില്ലായ്മ കാണിക്കുന്നതിലൂടെയുമാണ് ഇത് രൂപപ്പെട്ടുവരുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ധ്യാനം ചെയ്യുമ്പോൾ, നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, നിങ്ങൾ കോപത്തിനു പകരം ക്ഷമ തിരഞ്ഞെടുക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കപേശിയെ ബലപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നിർണായകമായ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരും. അന്ന് ജീവിതം നിങ്ങളെ കഠിനമായി പരീക്ഷിക്കും. എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും. ചുറ്റുമുള്ള ആളുകൾ വിളിച്ചുപറയും, നിങ്ങൾക്ക് സാധിക്കില്ല. സാഹചര്യങ്ങൾ മൊഴിയും, നിങ്ങൾക്ക് വേണ്ടത്ര കഴിവുകളോ വിഭവങ്ങളോ ഇല്ല. നിങ്ങളുടെ ഉള്ളിലെ ഭയം മന്ത്രിക്കും, ഇതൊട്ടും എളുപ്പമല്ല. എന്നാൽ ആ ദിവസത്തിനായി നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തെ ശരിയായി പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നേരിടും. നിങ്ങൾ ആഴത്തിലൊരു ശ്വാസമെടുത്തിട്ട് ഉറക്കെ പ്രഖ്യാപിക്കും, ഞാൻ പൂർണ്ണമായും തയ്യാറാണ്. കാരണം യഥാർത്ഥ ശക്തി പുറംലോകത്തിലല്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ആ ശക്തി നിങ്ങളോടൊപ്പമുള്ളിടത്തോളം കാലം ഒരൊറ്റ ബാഹ്യശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. പരാജയത്തിനോ ഭയത്തിനോ എത്ര കഠിനമായ സാഹചര്യങ്ങൾക്കോ പോലും. ഒന്ന് സങ്കൽപ്പിക്കുക, ആ ദിവസം നിങ്ങൾ പർവ്വതശിഖരത്തിൽ വിജയകരമായി എത്തിനിൽക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിന്റെ സുവർണകിരണങ്ങൾ നിങ്ങളുടെ മുഖത്ത് പതിക്കുന്നു. ദൂരെ പരന്നുകിടക്കുന്ന ആ മനോഹര കാഴ്ച നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ കീഴടക്കിയത് വെറുമൊരു പർവ്വതത്തെ മാത്രമല്ല, നിങ്ങൾ നിങ്ങളെത്തന്നെയാണ് ജയിച്ചടക്കിയത്. താഴെ നിങ്ങൾ താണ്ടിയെത്തിയ ആ വളവുകളും തടസ്സങ്ങളും കഠിനമായ പാതകളുമെല്ലാം വ്യക്തമായി കാണാം. അതിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചുപോയിരുന്നു, ഇതൊന്നും എനിക്ക് സാധിക്കില്ല എന്ന്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, അതെല്ലാം ആവശ്യമായിരുന്നു എന്ന്.
ഓരോ തടസ്സവും നിങ്ങൾക്ക് നിലനിൽക്കാൻ പഠിപ്പിച്ചു. ഓരോ വീഴ്ചയും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പഠിപ്പിച്ചു. ഓരോ പ്രയാസവും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി ഉണർത്തി. അതൊരുപക്ഷേ നിങ്ങൾക്ക് സ്വയം മുൻപ് അറിയാമായിരുന്നില്ല. ഗൗതമബുദ്ധൻ പറഞ്ഞു, മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്തു ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ ആയിത്തീരും. ഇത് വെറുമൊരു ആത്മീയ വാക്യം മാത്രമല്ല, ഇത് ശാസ്ത്രവുമാണ്. നമ്മുടെ ചിന്തകളുടെ ദിശ മാറ്റുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റുന്നു എന്ന് മനഃശാസ്ത്രം വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ കർമ്മങ്ങളായി മാറുന്ന വിത്തുകൾ. നിങ്ങളുടെ കർമ്മങ്ങളാണ് നിങ്ങളുടെ വിസ്മയം എഴുതുന്നത്. യുക്തിശാസ്ത്രവും ഇതാണ് പറയുന്നത്. ഏതൊരു നിഗമനവും ശരിയാകണമെങ്കിൽ അതിന് പിന്നിൽ ശരിയായ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാണെങ്കിൽ, യുക്തി ശക്തമാണെങ്കിൽ, കാഴ്ചപ്പാട് സന്തുലിതമാണെങ്കിൽ നിങ്ങളുടെ ഓരോ തീരുമാനവും കൃത്യമായിരിക്കും. സുഹൃത്തുക്കളെ, ഇതാണ് മാനസിക ശക്തിയുടെ യഥാർത്ഥ സാരം. വികാരങ്ങളെ മനസ്സിലാക്കുക, എന്നാൽ അതിന് അടിമപ്പെടാതിരിക്കുക. മഹത്തായ ആളുകൾ എപ്പോഴും ഇതാണ് ചെയ്തിട്ടുള്ളത്. അത് മിസൈൽ സാങ്കേതികവിദ്യയുടെ ലോകത്ത് ഇന്ത്യയുടെ പേരുയർത്തിയ APJ അബ്ദുൾ കലാമായാലും അല്ലെങ്കിൽ ആത്മീയതയെ ലോകം മുഴുവൻ എത്തിച്ച സ്വാമി വിവേകാനന്ദനായാലും. ഇരുവർക്കും സാഹചര്യങ്ങൾ തികഞ്ഞതായിരുന്നില്ല. പക്ഷേ അവർക്ക് ഒരൊറ്റ കാര്യമുണ്ടായിരുന്നു: അചഞ്ചലമായ മാനസിക ശക്തി. ഈ ശക്തി അവർക്ക് ദിവസേനയുള്ള അഭ്യാസത്തിലൂടെ ലഭിച്ചതാണ്. രാവിലെയുള്ള ചിട്ടയായ പരിശീലനം, സ്വയം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ശീലം, തോൽവിയെ അംഗീകരിച്ചതിനു ശേഷവും മുന്നോട്ടു പോകാനുള്ള ധൈര്യം — ഇതായിരുന്നു അവരുടെ മസ്തിഷ്കത്തെ ഒരു റേസറിന്റെ മുന പോലെ മൂർച്ചയുള്ളതും ഒരു പർവ്വതം പോലെ ഉറച്ചതുമാക്കി മാറ്റിയ ശീലങ്ങൾ. ഇതെല്ലാം കേൾക്കാൻ നല്ല രസമാണ്, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ നടപ്പിലാക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഉത്തരം ലളിതമാണ്: ചെറിയ ചെറിയ ചുവടുകൾ. മാനസിക ശക്തി എന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരത്ഭുതമല്ല. ഇത് ദിവസേനയുള്ള കഠിനാധ്വാനമാണ്. രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് ധ്യാനം ചെയ്യുക. നിങ്ങളുടെ ഭയങ്ങളെ എഴുതി പുറത്തുകളയുക. എല്ലാ ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കുക. രാത്രിയിൽ ദിവസത്തെ കാര്യങ്ങൾ വിലയിരുത്തുക, അഥവാ ആത്മപരിശോധന. ഇവയെല്ലാം ചേർന്ന് നിങ്ങളുടെ മസ്തിഷ്കത്തെ ഏത് കൊടുങ്കാറ്റിലും ഇളകാത്ത രീതിയിൽ ബലപ്പെടുത്തുന്നു. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും അപകടകരമായ കൊടുങ്കാറ്റുകൾ പുറത്തല്ല, അകത്താണ് വരുന്നത്. ഉത്കണ്ഠ, അസൂയ, കോപം, അരക്ഷിതാവസ്ഥ — ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ പ്രളയമാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഇതിൽ നിന്ന് നിയന്ത്രിച്ചാൽ പുറമേയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വെറും ചെറിയ കാറ്റുപോലെ തോന്നും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഉടമയാകുമ്പോൾ ഒരാളും നിങ്ങൾക്ക് നിങ്ങളുടെ വഴി കാണിക്കുന്നില്ല. നിങ്ങൾ സ്വയം വഴിയുണ്ടാക്കുന്നു. അടിമത്തങ്ങളിൽ നിന്ന് മുക്തനാകുക എന്നതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നും, മറിച്ച് ചിന്തകളിലും വികാരങ്ങളിലും നിയന്ത്രണം നേടുന്നതാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷമാണത്. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം നിങ്ങളോട് തന്നെ ഒരു വാക്ക് നൽകുക. സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും, ആളുകൾ എന്തു പറഞ്ഞാലും, വഴി എത്ര കഠിനമായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കും. നിങ്ങളുടെ മനസ്സ് ശക്തമാകുമ്പോൾ നിങ്ങളുടെ ജീവിതവും അതേ അളവിൽ ശക്തമാകും. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ആളുകളുടെ രഹസ്യം അവരുടെ ബാങ്ക് ബാലൻസിലോ വാഹനങ്ങളിലോ വീടുകളിലോ ഒതുങ്ങുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരുടെ രഹസ്യം മനസ്സിന്റെ ദൃഢതയിൽ ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നു. ഈ മാനസിക ശക്തിയെന്നത് ജന്മനായുള്ള ഒരു ഭാഗ്യമല്ല, മറിച്ച് പരിശീലനത്തിലൂടെ നേടേണ്ട ഒന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവസേനയുള്ള ചെറിയ പരിശീലനങ്ങളിലൂടെ അത് സ്വന്തമാക്കാൻ കഴിയും. നമ്മൾ മാനസിക ശക്തിയെന്ന് പറയുമ്പോൾ പലരും അതിനെ ദുരിതങ്ങളിൽ തകർന്നുപോകാതിരിക്കുക എന്നു മാത്രമാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ സത്യം അതിലും ആഴത്തിലുള്ളതാണ്. മാനസിക ശക്തി എന്നാൽ സാഹചര്യം എത്ര കഠിനമായാലും നിങ്ങളുടെ മനസ്സ് അചഞ്ചലമായി നിലനിൽക്കുക എന്നതാണ്. അതുവഴി കൃത്യമായ ചിന്ത, ശരിയായ തീരുമാനം, ഉചിതമായ നടപടി എന്നിവ എടുക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ ഒരു സൈനികനെപ്പോലെ പരിശീലിപ്പിച്ചാൽ മാത്രമേ ഈ സ്ഥിരത കൈവരിക്കാൻ സാധിക്കൂ. ഗൗതമബുദ്ധന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മനസ്സ് ഒരു ചാഞ്ചാട്ടമുള്ള കുരങ്ങനെപ്പോലെയാണ്. അതിനെ പരിശീലിപ്പിച്ചില്ലെങ്കിൽ അത് നമ്മെ വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും. മനഃശാസ്ത്രവും ഈ സത്യം അടിവരയിടുന്നു. നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന ശീലങ്ങളിലൂടെയാണ് നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ദിവസവും ഉത്കണ്ഠ, കോപം, നിഷേധാത്മകത എന്നിവ ആവർത്തിക്കുകയാണെങ്കിൽ മസ്തിഷ്കം അതിനെ ശീലമാക്കി മാറ്റും. എന്നാൽ നിങ്ങൾ ദിവസവും പോസിറ്റീവായ ചിന്തകൾ, ശാന്തത, യുക്തിപരമായ കാഴ്ചപ്പാട് എന്നിവ പരിശീലിച്ചാൽ നിങ്ങളുടെ മനസ്സും അതനുസരിച്ച് രൂപാന്തരപ്പെടും. അതുകൊണ്ട് ഈ യാത്രയിൽ നമുക്ക് മാനസിക ശക്തിയുടെ 5 പ്രധാന നിയമങ്ങളിലേക്ക് കടക്കാം. ഈ നിയമങ്ങൾ നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുക മാത്രമല്ല, നിങ്ങളെ ശക്തനും ശാന്തനും ആത്മവിശ്വാസമുള്ളവനുമായ ഒരു വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യും. മാനസിക ശക്തിയുടെ 1ാം നിയമം: നിങ്ങളുടെ ചിന്തകളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. മിക്കവരും കരുതുന്നത് ചിന്തകൾ തനിയെ വരുന്നതാണ് എന്നാണ്, കാലാവസ്ഥ മാറുന്നതുപോലെ. എന്നാൽ സത്യമെന്തെന്നാൽ നമ്മുടെ ചിന്തകൾ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് പങ്കുണ്ട്. നിങ്ങൾ തുടർച്ചയായി മോശം വാർത്തകൾ കാണുകയും തെറ്റായ ആളുകളുമായി ചേരുകയും അനാവശ്യ താരതമ്യങ്ങളിൽ കുടുങ്ങുകയും ചെയ്താൽ നിങ്ങളുടെ ചിന്തകളും നെഗറ്റീവാകും. നിങ്ങളുടെ ചിന്തകളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിങ്ങളുടെ കൈകളിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ബോധപൂർവം അവയെ നല്ല രീതിയിലേക്ക് മാറ്റാൻ തുടങ്ങും. ബുദ്ധൻ പറഞ്ഞത്,
ഒരു തോട്ടക്കാരൻ തന്റെ പൂന്തോട്ടത്തിലെ കളകൾ പിഴുതെറിയുന്നതുപോലെ സാധകൻ തന്റെ മനസ്സിലെ നിഷേധാത്മക ചിന്തകളെ ഇല്ലാതാക്കണം. മനഃശാസ്ത്രവും ഈ തത്വം അംഗീകരിക്കുന്നു. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ്, ചിന്താരീതികളെ ബോധപൂർവം മാറ്റിയെടുക്കൽ, ആണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിലേക്കുള്ള ആദ്യത്തെ നിർണായകമായ ചുവട്. രണ്ടാമത്തെ നിയമം: വികാരങ്ങളെ അംഗീകരിക്കുക, പക്ഷേ അവയുടെ അടിമയാകരുത്. നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മെ വികാരങ്ങളുടെ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെടുത്താറുണ്ട്. ഈ വികാരങ്ങളെ അവഗണിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്താൽ അവയ്ക്ക് കൂടുതൽ ശക്തി ലഭിക്കുകയേയുള്ളൂ. എന്നാൽ നിങ്ങൾ അവയെ തിരിച്ചറിയുമ്പോൾ, അതെ, എനിക്ക് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളും നിങ്ങളുടെ വികാരങ്ങളും രണ്ടാണ്, നിങ്ങൾ വികാരങ്ങളല്ല. യുക്തിശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷണികമായ വികാരങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് ബലമുള്ള യുക്തിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള തീരുമാനം മാത്രമാണ് ശരിയെന്നതാണ്. അതിനാൽ വികാരങ്ങളെ നിരീക്ഷിക്കുക, അവയെ മനസ്സിലാക്കുക, എന്നാൽ അവയ്ക്ക് അടിമപ്പെട്ട് ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. മൂന്നാമത്തെ നിയമം: ശരീരപരിപാലനം, മനസ്സിന്റെ അടിത്തറ. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക എന്നതാണ് മനസ്സിനെ ശ്രദ്ധിക്കുന്നതിലെ ആദ്യപടി. പലരും മാനസിക ശക്തിയെ വെറുമൊരു ബുദ്ധിപരമായ പരിശീലനമായി മാത്രം കാണുന്നു. എന്നാൽ ശാസ്ത്രം ഇതിനെ ഖണ്ഡിക്കുന്നു. മസ്തിഷ്കവും ശരീരവും പരസ്പരം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരം തളർന്നിരിക്കുകയാണെങ്കിൽ, ഉറക്കം പൂർണ്ണമല്ലെങ്കിൽ, ആഹാരം ശരിയല്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സും അതേ വേഗത്തിൽ ക്ഷീണിക്കും. ബുദ്ധനും മധ്യമമാർഗം വിശദീകരിച്ചപ്പോൾ ഇതുതന്നെയാണ് വ്യക്തമാക്കിയത്. ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അമിതമായ സുഖത്തിൽ ആഴ്ത്തിക്കൊണ്ടോ ഒരു സാധനയും പൂർത്തിയാക്കാൻ സാധ്യമല്ല. അതിനാൽ മാനസിക ശക്തി ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായ ഉറക്കം, പോഷകസമൃദ്ധമായ ഭക്ഷണം, മതിയായ വ്യായാമം എന്നിവയ്ക്ക് ഒന്നാം സ്ഥാനം നൽകണം. നാലാമത്തെ നിയമം: നിയന്ത്രണമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു വലിയ കാരണം നമുക്കൊരിക്കലും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതാണ്. ഉദാഹരണത്തിന്, ആളുകൾ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ നാളെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ എങ്ങനെ പ്രതികരിക്കും. ഇതൊന്നും നമ്മുടെ കൈകളിലല്ല. എന്നാൽ ഈ സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം, നമ്മുടെ മനോഭാവം, നമ്മുടെ കഠിനാധ്വാനം, ഇത് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ്. സ്റ്റോയിക് ചിന്തകനായ എപ്പിക്റ്ററ്റസ് പറഞ്ഞത് ഓർക്കുക: നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഊർജ്ജം പാഴാക്കരുത്. ഈ നിയമമാണ് നമ്മെ ഉള്ളിൽ നിന്ന് ശക്തരാക്കുന്നത്. കാരണം നമ്മുടെ ഊർജ്ജം ഏറ്റവും ഫലപ്രദമായ സ്ഥലത്ത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുന്നു. അഞ്ചാമത്തെ നിയമം: ദിവസേനയുള്ള മാനസിക പരിശീലനം. പേശികളെ പരിശീലിപ്പിക്കുന്നതുപോലെ ഒരു അഭ്യാസി ദിവസവും അഭ്യാസം ചെയ്യുന്നതുപോലെ മാനസിക ശക്തി നേടാൻ നിങ്ങൾ ദിവസവും അല്പസമയം മാറ്റിവെക്കണം. ധ്യാനം, നന്ദി രേഖപ്പെടുത്തൽ, ദിവസത്തെ ആത്മപരിശോധന അല്ലെങ്കിൽ പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ വായിക്കുന്നത്, ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ പേശികളെ ശക്തമാക്കുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. അതായത് നിങ്ങളുടെ മസ്തിഷ്കത്തിന് പുതിയ അനുഭവങ്ങളിലൂടെ സ്വയം മാറ്റം വരുത്താൻ കഴിയും. നിങ്ങൾ ദിവസവും പോസിറ്റീവായ കാര്യങ്ങൾ പരിശീലിച്ചാൽ നിങ്ങളുടെ മനസ്സ് പതിയെ അതേ ദിശയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും. സുഹൃത്തുക്കളെ, ഈ 5 നിയമങ്ങൾ വെറുതെ കേൾക്കാനുള്ളതല്ല. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. നിങ്ങൾ ചിന്തകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വികാരങ്ങളെ തിരിച്ചറിയുകയും ശരീരത്തെ പരിപാലിക്കുകയും ശ്രദ്ധ നിയന്ത്രിക്കുകയും ദിവസവും പരിശീലിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു അചഞ്ചലമായ കോട്ട പോലെയാകും. അപ്പോൾ പുറത്തു കൊടുങ്കാറ്റ് എത്ര വലുതായാലും നിങ്ങളുടെ ഉള്ളിലെ ദീപം കെട്ടുപോവുകയില്ല. ഗൗതമബുദ്ധൻ, മനഃശാസ്ത്രം, യുക്തിശാസ്ത്രം, ഈ 3 ശാഖകളും ഒരേ സത്യമാണ് പറയുന്നത്. മാനസിക ശക്തി ഒരു അത്ഭുതമല്ല, അതൊരു കഴിവാണ്. ഈ കഴിവ് ദിവസേനയുള്ള ശീലങ്ങളിലൂടെയും ചിന്താരീതികളിലൂടെയും സ്വയം പാലിക്കുന്ന അച്ചടക്കത്തിലൂടെയും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇന്നുതന്നെ നിങ്ങൾ തുടങ്ങുക. കാരണം മാനസിക ശക്തി ഒരു ദിവസം നിങ്ങളെ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തനാക്കുക മാത്രമല്ല, ഈ വ്യക്തിക്ക് കഠിനമായ സാഹചര്യത്തിലും ചിരിക്കാൻ കഴിയും, തോറ്റതിനുശേഷവും എഴുന്നേൽക്കാൻ കഴിയും, ഏതവസ്ഥയിലും സ്വയം നിയന്ത്രിക്കാൻ കഴിയും എന്ന് ആളുകൾ പറയുന്ന ഒരു വ്യക്തിയായി നിങ്ങളെ മാറ്റുകയും ചെയ്യും. ഇതാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ വിജയം.